ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവൽ മിൽക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അവൽ മിൽക്കിന് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് അവിൽ തന്നെയാണ്. അപ്പം ഞാനിത് നെയ്യിലിട്ട് ഒന്ന് വഴറ്റി ക്രിസ്പി ആക്കി എടുത്തിട്ടുള്ള അവിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അടുത്ത തന്നെ ഈ അവൽ മിൽക്കിൽ ഇടാൻ വേണ്ടിയിട്ട് ഞാനൊരു 4 മഞ്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 പാക്കറ്റ് ബൂസ്റ്റ് പൊടിയും കൂടി വേണം. അടുത്ത് തന്നെ 4 പഴം എടുക്കുക. അത്യാവശ്യം നല്ല മധുരമുള്ള പഴം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് അവൽ മിൽക്കിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത് കപ്പലണ്ടിയാണ്. ഞാനിപ്പോൾ ഇത്രയും കപ്പലണ്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാഷ്നട്ട് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും അവൽ മിൽക്കിൽ ഇടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അടുത്ത് തന്നെ നമ്മൾ എടുക്കേണ്ടത് പാലാണ്. ഇതിപ്പോൾ ഞാനൊരു 4 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചിട്ടുള്ളതാണ്. അങ്ങ് കട്ടിയാക്കിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് തണുപ്പിച്ചിട്ടെടുത്തിട്ടുള്ള പാലാണ്. ഇനി നമുക്ക് ജാറിലാണ് ഞാനിപ്പം ഈ അവൽ മിൽക്ക് തയ്യാറാക്കുന്നത്. ഞാൻ നേരത്തെ ജാർ കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ള ജാറാണ്. അപ്പോൾ അതിലാണ് ഞാനിന്ന് അവൽ മിൽക്ക് ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഈ ടേസ്റ്റി ആയിട്ടുള്ള അവൽ മിൽക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പഴവും പഞ്ചസാരയും ഒന്ന് ജസ്റ്റ് ഫോർക്ക് വെച്ചൊന്ന് ഉടച്ചിട്ടെടുക്കണം. അപ്പോൾ ഞാൻ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ഇവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എനിക്കിപ്പം ഞാൻ ഈ എടുത്തിട്ടുള്ള പഴത്തിന് അത്യാവശ്യം നല്ല മധുരം ഉള്ളത് കൊണ്ടാണ് 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തത്. ഇപ്പം നിങ്ങൾ എടുക്കുന്ന പഴം നല്ല മധുരം ഇല്ലയെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാര അതിലേക്ക് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഴമൊക്കെ ഞാനൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്, ഇത്രയും മതി. അപ്പോൾ നമുക്കിനി അവൽ മിൽക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ആ ജാറിലേക്ക് ഞാൻ അവിലാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഓരോ ജാറിലുമായിട്ടും 2 ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ അവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് അവൽ മിൽക്കിൽ അവലിൻ്റെ ക്വാണ്ടിറ്റി കൂടുതൽ വേണമെന്നുള്ളവർക്ക് അതിനനുസരിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ആ ജാറിലേക്ക് അടുത്ത് ഇട്ട് കൊടുക്കേണ്ടത് പഴവും പഞ്ചസാരയും നമ്മളൊന്ന് ഉടച്ച് വെച്ചിരുന്നില്ലേ, അതാണ്. ഇതും ഞാൻ നേരത്തെ അവലിന് പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പോൾ ഇതിനും നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂടുതൽ വേണമെന്നുള്ളവർക്ക് അതിനനുസരിച്ച് ഈ പഴവും പഞ്ചസാരയും ഉടച്ചത് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം പഴവും പഞ്ചസാരയും ഉടച്ചത് 2 ജാറിലും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചെറി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം റൗണ്ടിൽ കട്ട് ചെയ്തിട്ടാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ട്യൂട്ടി ഫ്രൂട്ടി ഉണ്ടെങ്കിൽ അതൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ 2 ജാറിലും ചെറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ചാണ്. അപ്പോൾ ഞാൻ ആ മഞ്ച് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് 3 പീസൊക്കെ നമുക്ക് ആ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്ത് തന്നെ നമ്മുടെ അവൽ മിൽക്കിൻ്റെ പ്രധാന ഐറ്റമാണ് കപ്പലണ്ടി. അതെന്തായാലും നിങ്ങൾ അവൽ മിൽക്ക് ഉണ്ടാക്കുമ്പം അതിൽ ചേർത്ത് കൊടുക്കണം, എങ്കിലേ നമുക്ക് കറക്റ്റ് ആ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് അവിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ കാഷ്നട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും നമ്മുടെ അവൽ മിൽക്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ 2 ജാറിലും ഞാൻ അവിലൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പാല് ഒഴിച്ചു കൊടുക്കാം. നല്ല തണുത്തിട്ടുള്ള പാലാണെങ്കിലാണ് നമ്മുടെ ഈ അവൽ മിൽക്ക് കഴിക്കാൻ കൂടുതലും ടേസ്റ്റ് ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മൾ അവൽ മിൽക്ക് തയ്യാറാക്കിയിട്ട് ഒരുപാട് നേരം കഴിഞ്ഞിട്ട് കഴിക്കരുത്. നമ്മൾ അപ്പം തന്നെ തയ്യാറാക്കിയിട്ട് അപ്പം തന്നെ കഴിക്കുക. അപ്പോഴാണ് അതിൻ്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുക. ഇല്ലെങ്കിൽ ഈ അവിലൊക്കെ കുറുകി പോയിട്ട് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുകയില്ല. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് മഞ്ച് ഇട്ട് കൊടുക്കാം. അടുത്ത് തന്നെ അതിലേക്ക് ചെറി ഇട്ട് കൊടുക്കാം. അപ്പം ചെറിയൊക്കെ മഞ്ചൊക്കെ ഇടുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിലേക്ക് ചെറിയും മഞ്ചൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി ഒരല്പം കപ്പലണ്ടിയും കൂടി അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തീർന്നില്ല, ഇനി ഒന്നും കൂടി ഞാനിപ്പോൾ ഈ അവൽ മിൽക്കിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറൊന്നുമല്ല, ബൂസ്റ്റാണ്. അപ്പം ബൂസ്റ്റ് ഇട്ട് കൊടുക്കാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ അവൽ മിൽക്ക് കഴിക്കാൻ ഒരു പ്രത്യേക രുചി തന്നെയാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അവൽ മിൽക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം, നിങ്ങൾക്കത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ശരി, ഞാൻ അടുത്ത ദിവസം ഇതിലും നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതിന് മുമ്പ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ശരി, ഓക്കെ.